ഏത് പ്രതിസന്ധിയിൽ നിൽക്കുന്നവരായാലും ഈ ദിക്ർ ഉസ്താദ് പറയുന്നത് പോലെ നിങ്ങളൊന്ന് ചൊല്ലി നോക്കൂ. നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റം സംഭവിക്കും. അല്ലെങ്കിൽ ടാക്സി ഓടിക്കുന്നവരാണെങ്കിൽ അവരുടെ വാഹനത്തിലിരുന്ന്, കച്ചവടം ചെയ്യുന്നവരാണെങ്കിൽ അവരുടെ കച്ചവട സ്ഥാപനത്തിലിരുന്ന്, ബിസിനസ് ചെയ്യുന്നവരാണെങ്കിൽ അവരുടെ ഓഫീസിലിരുന്നിട്ട് എല്ലാ ദിവസവും അവരുടെ രാവിലത്തെ ജോലി തുടങ്ങുന്നതിന് മുമ്പ് അവർ ഓഫീസിൽ അവരുടെ കസേരയിൽ ഇരുന്നിട്ട് എന്ത് പറയണം? ഒരു ഫാത്തിഹ ഓതണം. ഒരു ഫാത്തിഹ, നമുക്കറിയാം ഇതൊക്കെ, എല്ലാം കൂടി ഓതാൻ ഒരു 5 മിനിറ്റ് പോലും വേണ്ട. ഒരു ഫാത്തിഹ, ഒരു ആയത്തുൽ കുർസി, 3 പ്രാവശ്യം കുല്യാ അയ്യുഹൽ കാഫിറൂൻ എന്ന സൂറത്ത്, കുല്യാ അയ്യുഹൽ കാഫിറൂൻ എന്ന സൂറത്ത്, 3 പ്രാവശ്യം കുൽഹു അല്ലാഹു അഹദ് എന്ന സൂറത്ത്, 1 പ്രാവശ്യം കുൽ അഊദു ബിറബ്ബിൽ ഫലഖ് എന്ന സൂറത്ത്, 1 പ്രാവശ്യം കുൽ അഊദു ബിറബ്ബിൻ നാസ് എന്ന സൂറത്ത്, 3 പ്രാവശ്യം അറിയാവുന്ന സ്വലാത്ത്. ഇതെല്ലാം കൂടി ഒരുപാട് അരമണിക്കൂറൊന്നും വേണ്ട. ഒരു ഫാത്തിഹ, 1 പ്രാവശ്യം ആയത്തുൽ കുർസി, 3 പ്രാവശ്യം കുല്യാ അയ്യുഹൽ കാഫിറൂൻ, 3 പ്രാവശ്യം കുൽഹു അല്ലാഹു അഹദ്, 1 പ്രാവശ്യം കുൽ അഊദു ബിറബ്ബിൽ ഫലഖ്, 1 പ്രാവശ്യം കുൽ അഊദു ബിറബ്ബിൻ നാസ്, 3 പ്രാവശ്യം അറിയാവുന്ന സ്വലാത്ത്, 1 പ്രാവശ്യം സൂറത്തുൽ ഫാത്തിഹ, പിന്നെ 1 പ്രാവശ്യം ആയത്തുൽ കുർസി, 3 പ്രാവശ്യം കുല്യാ അയ്യുഹൽ കാഫിറൂൻ എന്ന സൂറത്ത്, 3 പ്രാവശ്യം കുൽഹു അല്ലാഹു അഹദ് എന്ന സൂറത്ത്, 1 പ്രാവശ്യം കുൽ അഊദു ബിറബ്ബിൽ ഫലഖ്, 1 പ്രാവശ്യം കുൽ അഊദു ബിറബ്ബിൻ നാസ്, പിന്നെ 3 സ്വലാത്ത്, അറിയാവുന്ന സ്വലാത്ത് 3 പ്രാവശ്യം. ഇത്രയും എല്ലാ ദിവസവും ഓതാൻ പറ്റുമോ മുടങ്ങാതെ? എങ്കിൽ ഇൻഷാ അല്ലാഹ് വെച്ചടി കയറ്റമുണ്ടാകും. കച്ചവടത്തിൽ ഖൈറുണ്ടാവാൻ, അതുപോലെ ശമ്പളം മുടങ്ങിക്കിടക്കുന്നു അത് തിരിച്ചു കിട്ടാൻ, അതുപോലെ സ്ഥാപനത്തിലേക്ക് ആളൊന്നും വരുന്നില്ല. ഇപ്പോൾ ചില ആളുകൾ പറയാറുണ്ട്, എന്ത് കൈനീട്ട കച്ചവടം പോലും കിട്ടുന്നില്ല എന്ന്. കൈനീട്ട കച്ചവടം എന്തെങ്കിലും ഒന്ന് കിട്ടണ്ടേ, അതുപോലും കിട്ടാതെ. അതുപോലെ തന്നെ ഇതൊക്കെ നമുക്ക് കച്ചവട സംബന്ധമായ കാര്യങ്ങൾ മാത്രമല്ല, നമ്മുടെ ഈമാൻ ഉറക്കാൻ, സൂറത്തുൽ കാഫിറൂനിൻ്റെ ശ്രേഷ്ഠതയാൻ നമ്മുടെ ഈമാൻ ഉറക്കും. ഈമാൻ പാറ പോലെ ഉറക്കാൻ, ഇബ്ലീസിൻ്റെ ഷർറിനെ തൊട്ടുള്ള കാവൽ കിട്ടാൻ. അതുപോലെ തന്നെ 4 പ്രാവശ്യം ഈ സൂറത്തുൽ കാഫിറൂൻ ഓതിയാൽ നമുക്ക് എന്താ പ്രതിഫലം എന്നറിയോ? 1 ഖത്മ് തീർത്ത പ്രതിഫലമാണ്. 4 പ്രാവശ്യം സൂറത്തുൽ കാഫിറൂൻ ഓതിയാൽ 1 ഖത്മ് തീർത്ത പ്രതിഫലമാണ്. പിന്നെയോ കച്ചവട സ്ഥാപനത്തിൽ ഇരുന്നിട്ട് സൂറത്തുൽ കാഫിറൂൻ ഓതി നോക്ക്, ആളുകളുടെ മനസ്സിലേക്ക് നമ്മുടെ കച്ചവട സ്ഥാപനം അതൊരു ഖൈറായ രൂപത്തിലേക്ക് വരും. ആളുകളുടെ മനസ്സിൽ ഒരു ഇഷ്ടമുണ്ടാകും നമ്മുടെ കച്ചവട സ്ഥാപനത്തിലേക്ക് വരാൻ. അതുപോലെ ഷിർക്ക് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവാതെ സൂക്ഷിക്കാൻ ഈ ഒരു സൂറത്ത് മതിയാകും. അതുപോലെ ശൈത്താന്റെ ഷർറിനെ തൊട്ട് ദുഃഖം, രോഗം, സങ്കടം മാറാൻ നമുക്ക് നിസ്കാരത്തിലേക്ക് ഓതാൻ പറ്റിയ എളുപ്പമുള്ള സൂറത്താണ് സൂറത്തുൽ കാഫിറൂൻ, അല്ലേ? നമ്മൾ നിസ്കാരത്തിൽ സുന്നത്തായ നിസ്കാരങ്ങളിലും ഫർളായ നിസ്കാരങ്ങളിലും നമുക്ക് വേറെ സൂറത്തൊന്നും ഓതേണ്ട കാര്യമില്ല. 1-ാമത്തെ റക്അത്തിൽ സൂറത്തുൽ കാഫിറൂനും 2-ാമത്തെ റക്അത്തിൽ ഖുൽ ഹുവല്ലാഹു അഹദും മതി. ഏറ്റവും നല്ലൊരു സൂറത്തുകളാണ് ഇത് രണ്ടും. അപ്പോൾ സൂറത്തുൽ കാഫിറൂൻ നമുക്ക് നിസ്കാരത്തിൽ